ഹലോ ഹായ്, എല്ലാവരും ഹാപ്പി ആയിട്ടും സമാധാനമായിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് സൺഡേ ആണ്. തൊണ്ട വയ്യാതിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യണ്ട എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഈ ടോപ്പിക്കിൽ ഞാൻ കുറേ നാളായിട്ട് പറയണമെന്ന് വിചാരിക്കുകയാണ്. അതായത് നിങ്ങൾ ഈ ഓൺലൈനിൽ കാണുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നതിന് മുന്നേ ഇത് ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളാണോ വിൽക്കുന്നത്, ഈ പ്രൊഡക്റ്റ് ജെനുവിൻ ആണോ, ഈ പ്രൊഡക്റ്റ് ഒറിജിനൽ ആണോ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഒരു ആയിരക്കണക്കിന് യൂട്യൂബിലേക്ക് പല വീഡിയോസും ഉണ്ട്, പല പല ഷോർട്സും ഉണ്ട്. ലൈക്ക് മുഖക്കുരുവിന് ഒറ്റമൂലി, ഒരു ദിവസം കൊണ്ട് മുഖക്കുരു മാറും, 2 ദിവസം കൊണ്ട് നിങ്ങൾ നിറം വെളുക്കും. ഇത് ഏത് നൂറ്റാണ്ടാണ്? ഇത് കണ്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരോടാണ് എനിക്ക് സങ്കടം തോന്നുന്നത്. കാരണം ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷണൽസും ഉണ്ട്. ഇതിനെന്താണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് എന്നറിഞ്ഞ് അത് എങ്ങനെ ഒരാൾക്ക് അഡ്വൈസ് ചെയ്യണമെന്ന് പഠിച്ചിട്ടുള്ള ഞങ്ങളെപ്പോലുള്ള ഫാർമസിസ്റ്റുകളുണ്ട്. ദയവ് ചെയ്ത് നിങ്ങളത് വാങ്ങി ഉപയോഗിക്കരുത്. രാവിലെ വന്ന ഒരു കസ്റ്റമറുണ്ട്. ഈ പുള്ളിക്കാരത്തെ ഒരു 2 days മുന്നേ എൻ്റെ അടുത്ത് വന്നിരുന്നു. ആൾക്ക് നെറ്റിയിലൊരു 6 മുഖക്കുരു, 6-7, മുഖത്തൊരു 3-4, കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 10-12 മുഖക്കുരു ഉണ്ടാവും ആളുടെ മുഖത്ത്. വലിയ അത്രയും നമുക്കിങ്ങനെ പഴുത്ത് അങ്ങനെ വൃത്തികരമായിട്ടുള്ള മുഖക്കുരു അല്ല. നിസ്സാരം ഒരു അക്രിറ്റിൻ്റെ ക്രീമോ അല്ലെങ്കിൽ ബെൻസൈൽ പെറോക്സൈഡിൻ്റെ ക്രീമും കൊണ്ട് പോകുന്ന സാധനമുള്ളൂ. പക്ഷേ ഈ പുള്ളിക്കാരത്തോട് ഫ്രണ്ട്സ് ആരോ പറഞ്ഞത്രേ, രാത്രി മുഴുവൻ ഗാർലിക്കും പിന്നെ വേറെ എന്തോ ഒരു സാധനം കൂടെ മിക്സ് ചെയ്ത് ഈ കുരുവിലൊക്കെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ നാളത്തേക്ക് നിങ്ങളുടെ മുഖക്കുരു മുഴുവൻ പോകുന്നു. ഇന്ന് രാവിലെ ഈ പുള്ളിക്കാരത്തിൽ വരുന്ന കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ആ കുരു കെട്ടിവെച്ച സ്ഥലം മുഴുവൻ പൊങ്ങിയിരിക്കുന്നു. ലിറ്ററലി ബ്ലിസ്റ്റേഴ്സ് ആയിട്ടിരിക്കുകയാണ് വിത്ത് വാട്ടർ. ഞാൻ ആദ്യം വിചാരിച്ചു ഇനിയിപ്പോൾ തിളച്ചാലെ എങ്ങാനും മുഖത്തോട്ട് മൊത്തം ഇങ്ങനെ പെട്ടെന്ന് അടിക്കത്തില്ലേ, അങ്ങനെ വന്നതെന്ന് വിചാരിച്ചു. പക്ഷേ ഈ പുള്ളിക്കാരത്തിൽ പറയുക, എവിടെയോ കണ്ട ഒരു വീഡിയോയിൽ പറഞ്ഞേക്കുന്നു ഇങ്ങനെ സാധനങ്ങൾ കെട്ടിവെച്ചാൽ മതി, നാളെ ഒരു ദിവസം കൊണ്ട് മൂക്കുരു പോകുന്നു. എന്താ ഇവരോടൊക്കെ പറയണ്ടേ അല്ലേ? എത്ര പ്രാവശ്യം ഞങ്ങളെപ്പോലുള്ള ഹെൽത്ത് കെയർ വർക്കേഴ്സ് എത്ര പ്രാവശ്യം എന്നറിയാൻ പറയണേ, ദയവ് ചെയ്ത് വില കുറവാണെന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഓൺലൈനിൽ കാണുന്ന ഗൂഗിൾ ഡോക്ടറിനെ ഒന്ന് വിശ്വസിച്ച് ഗൂഗിളിൽ നോക്കും എന്താണ് എൻ്റെ അസുഖം, ഓക്കെ ശരി ഇതാണ് എൻ്റെ അസുഖം. ഇറ്റ്സ് നോട്ട് ദ റൈറ്റ് വേ. അതിനായിട്ടാണ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുള്ളത്. 5-6 വർഷം കോളേജിൽ രാത്രിയും പകലും പഠിച്ചിറങ്ങി എക്സാം എഴുതി ലൈസൻസ് വാങ്ങിച്ച ആൾക്കാർ എവിടെ ഇരിക്കുന്നത്? ഇങ്ങനത്തെ കാര്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാൻ വന്നിട്ട് നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് തരാനുമാണ്. ഇന്നലെ ഒരു കസ്റ്റമർ വന്നതാണേ. എനിക്കിത് ചിരിയോടുകൂടി പറയണോ എന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹം തമിഴ് ശ്രീലങ്കനാണെന്ന് തോന്നുന്നു. ലിറ്ററലി ഞാൻ കൊടുത്ത ഒരു ഐ ഡ്രൈനസിൻ്റെ മെഡിസിന് എന്താണെന്ന് അറിയാൻ വേണ്ടി 30 minutes ആൾ അവിടെ നിന്ന് ഗൂഗിൾ ചെയ്തത്. എന്തോ എൻ്റെ ഭാഗ്യത്തിനോ അദ്ദേഹത്തിൻ്റെ ഭാഗ്യത്തിനോ ഇതിനിടയ്ക്ക് കസ്റ്റമേഴ്സ് വരുന്നു, ആൾക്കാർ വരുന്നു പോകുന്നു. ഇദ്ദേഹം ഒരു കോണിൽ അവിടെ നിന്ന് ഇങ്ങനെ പഠിക്കുകയാണ്. ഗൂഗിൾ മൊത്തം പഠിക്കുകയാണ്. ഗൂഗിൾ പഠിച്ചോളൂ, അതിൽ തെറ്റൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ അത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്കുള്ളതാണ്. ഒരു മെഡിസിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് എന്താണ്, അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്താണ്, അതിൻ്റെ സൈഡ് എഫക്ട്സ് എന്താണ്, അതിൻ്റെ യൂസേജ് എങ്ങനെയാണ്, അതിൻ്റെ ഡോസേജ് എങ്ങനെയാണ്, ഡയറക്ഷൻ എങ്ങനെയാണ്, ഇതൊക്കെ ഇതറിയാവുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അല്ലാതെ എൻ്റെ കണ്ണ് റെഡായിട്ടിരിക്കുന്നു, ഞാൻ ഏത് ഐ ഡ്രോപ്പാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് ഗൂഗിളിനോട് ചോദിച്ചാൽ ഗൂഗിൾ എന്തായിരിക്കും പറയുക മറുപടി അല്ലേ? എന്തായാലും അയാളുടെ 30 മിനിറ്റത്തെ റിസർച്ച് കഴിഞ്ഞിട്ടും പുള്ളിക്കാരൻ കണ്ടുപിടിച്ചത് ഓക്കെ ശരി, ഞാൻ പറഞ്ഞ മെഡിസിൻ ഡ്രൈനസിനുള്ളത് ശരിയാണ് എന്ന് എന്തുകൊണ്ടോ പുള്ളിക്ക് മനസ്സിലായി. പുള്ളി അതെടുത്തു. എന്താലേ, ഇത് ഏത് നൂറ്റാണ്ടാണ്? എന്നിട്ടും ഇതേപോലെ ഒരു സാധനങ്ങളൊക്കെ എങ്ങനെ ഓൺലൈനിലൊക്കെ മുഖത്ത് തേക്കുന്ന ക്രീംസും വലിയ ബ്രാൻഡഡ് ബ്രാൻഡായിട്ടുള്ള ക്രീംസൊക്കെ 20 dirhamsന് കിട്ടും അത്രേ. ഇതിൻ്റെ ശരിക്കുള്ള ഫാർമസിക്ക് വരുന്ന കോസ്റ്റ് 80 dirhamsോ 90 dirhamsോ ആയിരിക്കും. ഞങ്ങൾ കമ്പനി നേരിട്ട് വാങ്ങിക്കും, ഞങ്ങൾക്ക് 90 dirhamsനും 100 dirhamsനും കിട്ടുന്ന സാധനം ഓൺലൈനിൽ 20 dirhamsന് കിട്ടുക എന്ന് അറിയുമ്പോൾ അപ്പം എന്താണ് മനസ്സിലാക്കേണ്ടത്? അത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നല്ലേ? അതുപോലും മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഇല്ലാത്തവർ നമ്മൾ മലയാളികളെങ്കിലും ദയവ് ചെയ്ത് ഇങ്ങനത്തെ ട്രാപ്പിൽ പെട്ടുപോകരുത്. ഈ വിലക്കുറപ്പെന്ന് കാണുമ്പോൾ ആദ്യം ചാടി വീഴുന്നതിന് മുന്നേ
അതെത്രമാത്രം ശരിയാണ്, ആ പ്രൊഡക്റ്റിന് എത്രമാത്രം വെരിഫൈഡ് ആണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. നിങ്ങളെ സഹായിക്കാനായിട്ട് ഒരുപാട് പേര് കഷ്ടപ്പെട്ട് രാത്രിയും പകലും ഇരുന്ന് പഠിച്ച് കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ട്. ഓക്കെ, അവരോടൊരു വാക്ക് ചോദിക്കുക, എന്നതിന് ശേഷം മാത്രം ഇങ്ങനത്തെ പ്രൊഡക്ട്സ് ഉപയോഗിക്കുക. താങ്ക് യു.